ഡോക്ടർ മോഹൻ വർഗീസ്, ഇത് റഷ്യ ഇറാനായി ഇറങ്ങുന്നേ എന്ന് പറഞ്ഞു കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. യുദ്ധത്തിൽ റഷ്യ ഇറാന് പരോക്ഷ പിന്തുണ നൽകുന്നുവെന്ന ആരോപണം നേരത്തെ തന്നെ അമേരിക്ക ഉന്നയിച്ചതുമാണ്. ഇപ്പോൾ പ്രത്യക്ഷത്തിൽ യുദ്ധത്തിൽ റഷ്യ നേരിട്ട് ഇടപെടുന്നതിന് തുല്യമായ പുതിയ നീക്കമാണ് നടന്നിരിക്കുന്നത്. റഷ്യ തങ്ങളുടെ അത്യാധുനികമായ ഡൂംസ്ഡേ വിമാനം ഇറാനിലേക്ക് അയച്ചിരിക്കുന്നു. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ US ആക്രമണം ശക്തമാക്കുകയും ഇറാൻ ശക്തമായ തിരിച്ചടിക്ക് തയ്യാറെടുക്കുകയും ചെയ്യുന്ന ഈ ഘട്ടത്തിൽ റഷ്യൻ വിമാനം എത്തിയത് ഭൗമരാഷ്ട്രീയത്തിലെ വലിയ മാറ്റത്തിൻ്റെ സൂചനയായി വിദഗ്ധർ കണക്കാക്കപ്പെടുന്നുണ്ട്. അത്തരത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമുണ്ട്. ബുഷഹർ ഉൾപ്പെടെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ പ്രത്യാഘാതം ഗുരുതരമാകുമെന്നും ഉടനടി നിർത്തണമെന്നും റഷ്യ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് സാധാരണ യാത്രാ വിമാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ യുദ്ധം പോലുള്ള അതീവ ഗുരുതരമായ സാഹചര്യങ്ങളിലും തടസ്സമില്ലാത്ത രീതിയിൽ സൈനിക സംവിധാനങ്ങളുമായുള്ള കമാൻഡ് ഉറപ്പാക്കാൻ സാധിക്കുന്ന ട്യൂപോളേവ് Tu-214PU ടെഹ്റാനിൽ എത്തിയിരിക്കുന്നത്. ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യക്കെതിരെയുള്ള ആക്രമണങ്ങൾക്ക് അമേരിക്ക ഉക്രൈനെ സഹായിക്കുന്നതിനുള്ള തിരിച്ചടിയായാണ് റഷ്യയുടെ ഈ നീക്കമെന്നും വിലയിരുത്തലുണ്ട്. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു നീക്കത്തെ നോക്കിക്കാണുന്നത്? റഷ്യൻ ഇടപെടൽ ഉണ്ടാകുമോ? അതെ, റഷ്യ രംഗത്ത് വരുന്നു എന്നതിൻ്റെ ആദ്യ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരിട്ടുള്ള ഒരു യുദ്ധ സന്നാഹം ഒരുപക്ഷെ റഷ്യ ഒരുക്കുന്നതായിരിക്കാം ഇറാന് വേണ്ടി. പക്ഷേ ഇപ്പോൾ റഷ്യ പ്രത്യേക നിർമ്മിതമായ കമാൻഡ് കമ്മ്യൂണിക്കേഷൻ സംവിധാനമുള്ള എയർക്രാഫ്റ്റുകൾ ടെഹ്റാനിലേക്ക് അയക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ വിവരം. അതായത് TU സീരീസിലുള്ള ഡൂംസ്ഡേ വിമാനങ്ങൾ, പൊതുവെ ഡൂംസ്ഡേ അന്ത്യദിന വിമാനങ്ങൾ എന്ന് പറയുന്നത് അമേരിക്ക വികസിപ്പിച്ചെടുത്ത ബോയിങ് സീരീസിലുള്ള പ്രത്യേക നമ്പറുകളുള്ള വിമാനങ്ങളാണ്. അവിടെ ഏറിയൽ സ്റ്റേഷൻസായി വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന വിമാനങ്ങളാണ്. ആകാശത്ത് നിന്നുകൊണ്ട് തന്നെ ആണവയുദ്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ സാധ്യതകൾ പരിശോധിക്കുകയും അത് നിരീക്ഷിക്കുകയും വേണ്ട വിവരങ്ങൾ ഗ്രൗണ്ട് കൺട്രോൾ സെൻറ്റേഴ്സിന് കൊടുക്കുകയും എല്ലാം ചെയ്യുന്ന വിമാനങ്ങളാണ്. അധികം പബ്ലിസൈസ് ചെയ്യാത്ത വിമാനങ്ങൾ. അമേരിക്ക കൊണ്ടുവന്നൊരു കോൺസെപ്റ്റാണ് ഡൂംസ്ഡേ എയർക്രാഫ്റ്റ് എന്നത്. അമേരിക്ക അതേക്കുറിച്ച് കൃത്യമായി കൂടുതലായി ഒന്നും തന്നെ പറയുന്നില്ല. അത് നിഗൂഢമായ ഓപ്പറേഷൻസ് ആണ്. ഒരു ആണവയുദ്ധമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടാൽ, ആണവ നിലയങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നു എന്ന് കണ്ടാൽ, അത് എയർബോണായി നിന്നുകൊണ്ട് ഇപ്പോൾ ഒരു ബഹിരാകാശ നിലയമൊക്കെ പ്രവർത്തിക്കുന്നതിന് സമാനമായ രീതിയിൽ അന്തരീക്ഷത്തിലുള്ള കാര്യങ്ങൾ ഒപ്പിയെടുക്കുക, വിവരങ്ങൾ ഏർലി ആയിട്ട് കൈമാറുക, അധികം ഡിറ്റക്റ്റ് ചെയ്യാതെ നിൽക്കാൻ കഴിയുന്ന സംവിധാനങ്ങളുമുള്ള വിമാനമാണ് ഡൂംസ്ഡേ കാറ്റഗറി എയർക്രാഫ്റ്റ്. അമേരിക്ക ഡെവലപ്പ് ചെയ്തതിന് സമാന്തരമായി റഷ്യ വികസിപ്പിച്ചെടുത്ത ടുപ്പലോവ് സീരീസ് Tu-214 എന്നാണ് പറയുക. അപ്പം ആ ഒരു സീരീസിലുള്ള വിമാനങ്ങൾ, അപ്പം ഇല്യൂഷൻ വിമാനങ്ങളും അത് മറ്റൊരു സീരീസാണ്. അപ്പോൾ റഷ്യക്ക് വളരെ മോഡേണായ എയർക്രാഫ്റ്റുകളുണ്ട്. ഒരുപക്ഷെ അമേരിക്കൻ എയർക്രാഫ്റ്റുകളോട് കിടപിടിക്കാനാവില്ല എന്ന് ഇപ്പോൾ ആരോപണം കേൾക്കുന്നുണ്ട്. ബഹിരാകാശ പദ്ധതികളൊക്കെ അമേരിക്കയുടെ റഷ്യയുടെ ഏതാണ്ട് സമാനമാണ്. ആണവായുധങ്ങളുടെ എണ്ണത്തിലും ഏതാണ്ട് സമാനമായ ആണവ പോർമുനകളാണ് റഷ്യക്കും അമേരിക്കയ്ക്കും ഉള്ളത്. പക്ഷേ ആധുനികവൽക്കരിക്കപ്പെടുന്ന എയർക്രാഫ്റ്റുകൾ ആധുനികവൽക്കരിക്കപ്പെടുന്ന കാര്യത്തിൽ അമേരിക്ക റഷ്യയേക്കാൾ ഏറെ മുന്നോട്ട് പോയി എന്ന നിരീക്ഷണമാണ് ഇപ്പോഴുള്ളത്. പക്ഷേ പരമ്പരാഗതമായി തന്നെ റഷ്യ ഒരു വൻ എയർഫോഴ്സിൻ്റെ ഉടമ കൂടിയാണ്. അതുകൊണ്ട് ഈ സീരീസിലുള്ള Tu-214 സീരീസിലുള്ള വിമാനങ്ങൾ ഇറാനിലേക്ക് വരികയാണ്. പ്രത്യേകിച്ച് അമേരിക്ക ഇറാനിൽ ആക്രമണം ഘടിപ്പിച്ചിരിക്കുന്ന സമയത്ത് അത് വളരെ പ്രത്യേകത അർഹിക്കുന്ന കാര്യമാണ്. കാരണം ഈ ബുഷഹർ എന്ന സ്ഥലത്ത് ഇറാനിൽ വലിയ തോതിലുള്ള ആക്രമണമാണ് കഴിഞ്ഞ ഒരാഴ്ചയായി നടന്നിട്ടുള്ളത്. അവിടെ ആണവ നിലയമുണ്ട്. അതുപോലെ 3 ഇടങ്ങളിൽ ആണവ നിലയങ്ങൾ പ്രവർത്തിക്കുന്നു ഇറാനിൽ. അതായത് ഇറാൻ്റെ മണ്ണിൽ കഴിഞ്ഞ വർഷം 2025 ജൂൺ അവസാനം അമേരിക്ക നടത്തിയ ആക്രമണം, അവിടെ ആക്രമിക്കപ്പെട്ട അതേ നിലയങ്ങൾ വീണ്ടും അതിന് സമീപ പ്രദേശങ്ങളും നിലയങ്ങളും പിന്നെ യുറേനിയം സുരക്ഷിതമായി കരുതിയിരിക്കുന്നു എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് റഷ്യ ഇടപെടുന്നു. അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിലുള്ള കടന്നുവരവ്, ഇടപെടൽ എന്ന് പറയുന്നത് ശരിയല്ല, ഇറാനെ സഹായിക്കാൻ, അമേരിക്കയെ നേരിട്ട് ആക്രമിക്കാനല്ല, മറിച്ച് ഉക്രൈൻ വിഷയത്തിൽ അമേരിക്ക എടുത്തതിന് സമാനമായ നിലപാട് ഇറാൻ വിഷയത്തിൽ റഷ്യ എടുക്കുന്നു എന്ന് വേണമെങ്കിൽ സൂചിപ്പിക്കാം.
ഇപ്പോൾ ഉക്രൈനിൽ അമേരിക്ക നേരിട്ടിറങ്ങി ആക്രമണം നടത്തുന്നില്ല, പക്ഷേ ഉക്രൈനിലേക്ക് വലിയ തോതിൽ ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കാൻ നെയ്റ്റോ കക്ഷികൾക്ക് കഴിയുന്നു. അമേരിക്ക താങ്ങി നിർത്തുന്നത് കൊണ്ടാണ് റഷ്യയുമായി ഈ പോരാടി നിൽക്കാൻ ഉക്രൈൻ എന്ന രാജ്യത്തിന് കഴിയുന്നത് എന്നതാണ്. അതുകൊണ്ട് വ്ലാഡിമിർ പുടിൻ എന്ന റഷ്യൻ പ്രസിഡന്റിന്റെ വിശാലമായ പദ്ധതികൾ മുന്നോട്ട് പോകണം എങ്കിൽ അമേരിക്ക ഉക്രൈന് നൽകുന്ന സഹായം വലിയ ഒരു തിരിച്ചടിയാണ്. അപ്പോൾ എത്ര കാലം വേണമെങ്കിലും റഷ്യക്ക് പോരാടി നിൽക്കാനുള്ള മനസ്സുണ്ട്, പക്ഷേ അതിന് വലിയ ഭീമമായ സാമ്പത്തിക ചെലവാണ് ഉള്ളത്. അത് അവസാനിപ്പിക്കണമെന്ന ആഗ്രഹം ഒരു റഷ്യക്ക് ഉണ്ടാവാം. പക്ഷേ അമേരിക്കയുമായി ചർച്ച നടത്തി ഒരു രീതിയിൽ മുന്നോട്ട് പോകാനാവാത്ത ഒരവസ്ഥയിലാണ്. അമേരിക്ക തുടർന്നും ഉക്രൈനെ സഹായിക്കുകയാണ്. ഏറെ വഴക്ക് പറഞ്ഞിട്ടാണെങ്കിലും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ കൂടെ നിർത്തുന്നു. നെയ്റ്റോയിൽ നിന്നും ഒരു ഘട്ടത്തിൽ നെയ്റ്റോ തങ്ങൾക്കൊരു ബാധ്യതയാണ് എന്ന് വരെ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു വെച്ചു. കഴിഞ്ഞ ആഴ്ച തുർക്കിയിലെ അങ്കാറയിൽ വെച്ച് നടന്ന നെയ്റ്റോ സമ്മിറ്റിൽ നിന്ന് ഒരു പരിധിവരെ ഡൊണാൾഡ് ട്രംപ് പിണങ്ങിപ്പോവുകയാണ് ചെയ്തത്. ഇതെല്ലാം ഒരു വശത്ത് നിൽക്കുന്നു. അതുകൊണ്ട് അതിനൊരു മറുപടി എന്ന നിലയിലാണ് ഉക്രൈനെ അമേരിക്ക സഹായിക്കുന്നതിന് ഒരു മറുപടി എന്ന നിലയിൽ റഷ്യ ഇറാനെ സഹായിക്കാനായി വിമാനങ്ങൾ അയക്കുകയാണ്. പോർവിമാനങ്ങളല്ല, അമേരിക്കൻ സേനകളെ ആക്രമിക്കാനുള്ള വിമാനങ്ങളല്ല, മറിച്ച് പരമാവധി ഇൻഫർമേഷൻ അമേരിക്കൻ സേനാ നീക്കത്തെക്കുറിച്ചുള്ള, അമേരിക്കൻ നാവിക നീക്കത്തെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ അമേരിക്കൻ എയർക്രാഫ്റ്റുകളുടെ ഒരു വിന്യാസത്തെക്കുറിച്ചുള്ള എല്ലാം കൃത്യമായ വിവരങ്ങൾ ഇറാനിലെ ഗ്രൗണ്ട് സെൻറ്റേഴ്സിൽ ഗ്രൗണ്ട് ഓപ്പറേറ്റേഴ്സിന് നൽകാൻ Tu-214 വിമാനങ്ങൾക്ക് കഴിയും. ആ തരം വിമാനങ്ങൾ ഒരിക്കലും ഇറാനെ സ്വപ്നം കാണാനാവില്ല, ഇറാൻ സ്വന്തമായി വികസിപ്പിച്ചെടുക്കാനാവില്ല. അത് മാത്രമല്ല, ഇറാൻ്റെ വിമാനങ്ങൾക്ക് ഇറാനിൽ നിന്നും യുദ്ധവിമാനങ്ങൾക്ക് പ്രത്യേകിച്ച് പറന്നുയരാവുന്ന ഒരു നിലയിലല്ല. എയർ സുപ്പീരിയോറിറ്റി തീർച്ചയായും അമേരിക്കയ്ക്ക് തന്നെയാണ്. ഇറാന് ആധിപത്യം ഗ്രൗണ്ടിലാണ്. ഒരു കരയുദ്ധം സംഭവിച്ചാൽ ഗ്രൗണ്ട് ഓപ്പറേഷൻസിൽ ഇറാനെ വെല്ലാനാവില്ല എന്നൊരു നിരീക്ഷണമുണ്ട്, നിഗമനമുണ്ട്. നേവൽ കപ്പാസിറ്റിയും ഇറാൻ്റെ കുറഞ്ഞു വരുന്നു. അവിടെയും ഡോമിനേറ്റ് ചെയ്യുന്ന അമേരിക്ക തന്നെയാണ്. പക്ഷേ ഇറാൻ്റെ ശക്തി മിസൈലുകളും ഡ്രോണുകളും റോക്കറ്റുകളുമാണ്. പക്ഷെ അത് വെച്ച് മാത്രം യുദ്ധം ഡിഫൻഡ് നിൽക്കാം, പക്ഷെ ജയിക്കാനാവില്ല. അതുകൊണ്ട് ഒരു പാരിറ്റിക്ക് വേണ്ടി, ഒരു ബാലൻസിന് വേണ്ടി റഷ്യ ഇപ്പോൾ ഇറാനെ സഹായിക്കുന്നു എന്നതിൻ്റെ ആദ്യ സൂചനയായി Tu-888 സീരീസിലുള്ള ഈ ഡൂംസ് ഡേ വിമാനങ്ങളുടെ കടന്നുവരവിനെ കാണാവുന്നതേ ഉള്ളൂ എന്നാണ് പൊതുവെയുള്ള നിഗമനം. ഓക്കെ, എന്തായാലും റഷ്യയുടെ നീക്കം എന്താണെന്ന് നമ്മൾക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. വളരെ നന്ദി. അതിനിടെ വെടിനിർത്തലിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് ശേഷം മൂന്നാമത്തെ രാത്രിയിലും ഇറാനെ അമേരിക്ക ആക്രമിച്ചിട്ടുണ്ട്. ഇക്കാര്യം US സെൻട്രൽ കമാൻഡ് സമൂഹ മാധ്യമമായ എക്സിലൂടെ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. നേരത്തെ ഇറാനിലെ ബന്ദർ അബ്ബാസിൽ അമേരിക്ക ആക്രമണം നടത്തിയതായി രാജ്യത്തെ വാർത്താ ഏജൻസിയായ IRNA റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രദേശത്ത് സ്ഫോടന ശബ്ദം കേട്ടതായും ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമായതായും റിപ്പോർട്ടുകൾ വന്നതാണ്. മണിക്കൂറുകൾക്ക് മുൻപ് ഇറാനെതിരെ അമേരിക്ക വ്യോമാക്രമണവും നടത്തിയിരുന്നു. ഇറാനിലെ മഷഹറിലുള്ള ഒരു കാർഷിക പമ്പിംഗ് സ്റ്റേഷന് നേരെ നടന്ന US ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് അമേരിക്ക വീണ്ടും ആക്രമണം നടത്തുന്നത്. ആക്രമണങ്ങൾക്ക് ഇറാന് കനത്ത തിരിച്ചടിയാണ് എന്ന് പറയുന്ന US സെൻട്രൽ കമാൻഡ് ഹോർമുസ് കടലിടുക്കിൽ സാധാരണക്കാരെയും വാണിജ്യ കപ്പലുകളെയും ആക്രമിക്കാനുള്ള ഇറാന്റെ ശേഷി കുറയ്ക്കുമെന്നും അവകാശപ്പെട്ടിട്ടുണ്ട്. ആക്രമണത്തിന് ഇറാൻ തിരിച്ചടി നൽകുന്നുമുണ്ട്. ഹോർമുസിൽ 2 UAE ടാങ്കറുകളിലേക്കാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഇതിൽ ഇന്ത്യൻ പൗരനും കൊല്ലപ്പെടുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് UAE സ്ഥിരീകരിക്കുന്നു. UAEയുടെ ടാങ്കറിന് നേരെയാണ് മിസൈൽ ആക്രമണം ഉണ്ടായത്. യുദ്ധതന്ത്രത്തിലും യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ആയുധത്തിലും ഇറാൻ സംഘർഷത്തിൻ്റെ 2ാം ഘട്ടത്തിൽ വ്യത്യാസമുണ്ട്. ആദ്യഘട്ട യുദ്ധത്തിലെ ഇറാൻ്റെ കുന്തമുനിയായ ഡ്രോണുകളെ അമേരിക്കയും ഉപയോഗിക്കുന്നു. വായുവിലൂടെ അല്ല, വെള്ളത്തിലൂടെയെന്ന് മാത്രം. ഇതാദ്യമായി ഇറാനെതിരെ അമേരിക്ക സീ ഡ്രോണുകൾ പ്രയോഗിച്ചിരിക്കുന്നു. ഇറാന്റെ മുങ്ങിക്കപ്പലുകളും കപ്പൽ അറ്റകുറ്റപ്പണി നടത്തുന്ന ഒരു കേന്ദ്രവും ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ US സെൻട്രൽ കമാൻഡ് നേരത്തെ പുറത്തുവിട്ടതുമാണ്. സീ ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ലക്ഷ്യസ്ഥാനത്തെത്തി പൊട്ടിത്തെറിക്കുന്ന കമികാസെ ഡ്രോണുകളാണ് അമേരിക്ക ഉപയോഗിച്ചത് എന്ന് US സെൻകോം പറയുന്നു. ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക തുറമുഖങ്ങളിലൊന്നാണ് ബന്ദർ അബ്ബാസ് നേവൽ ബേസ്. ഇറാനിയൻ നാവികസേനയുടെയും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ നാവികസേനയുടെയും പ്രധാന കേന്ദ്രമാണ് ഇത്. അമേരിക്ക വെടിനിർത്തൽ കരാർ പരസ്യമായി ലംഘിച്ചുവെന്ന് നേരത്തെ ഇറാൻ ആരോപിച്ചതാണ്.
നേരത്തെ ഒപ്പുവെച്ച ധാരണാപത്രം നടപ്പാക്കില്ല എന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അനിശ്ചിതാവസ്ഥയിലാണ് എന്നും അമേരിക്ക വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി ആരോപിച്ചു. അതിനിടെ ഹോർമൂസിൽ അമേരിക്ക വീണ്ടും നാവിക ഉപരോധം തുടങ്ങിയിട്ടുമുണ്ട്. ഹോർമൂസ് ഇനി അമേരിക്ക കൈകാര്യം ചെയ്യുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നു. ഹോർമൂസിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന അമേരിക്ക 20% ഫീസ് പിരിക്കുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് പരിഹാസ്യവുമായിട്ടുണ്ട്. ചുങ്കം പിരിക്കുമെന്ന് ഇറാൻ പറഞ്ഞപ്പോൾ ശക്തിയുക്തം എതിർത്ത ട്രംപ് അമേരിക്കയ്ക്ക് അത് പിരിക്കാമെന്നാണ് ഇപ്പോൾ പറയുന്നത്. കൊണ്ടുപോകുന്ന ചരക്കിൻ്റെ 20% ഫീസ്. കപ്പലുകളിൽ നിന്ന് ചുങ്കം പിരിക്കുന്നതിനെക്കുറിച്ച് തന്നെയാണ് ഇറാനും പറഞ്ഞിരുന്നത്. തുറന്നു കിടന്നിരുന്ന ഹോർമൂസ് അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയത് അമേരിക്കയാണ്. ഇറാനിൽ നിന്ന് ആശയം ഉൾക്കൊണ്ട് ഇപ്പോൾ ഹോർമൂസിൽ പണപ്പിരിവ് നടത്താൻ ശ്രമിക്കുകയാണ് ട്രംപ്. ഇറാൻ അമേരിക്കയെ പരിഹസിച്ച് രംഗത്തെത്തിയിട്ടുമുണ്ട്. ഇറാനാണ് യഥാർത്ഥത്തിൽ ഹോർമൂസ് നിയന്ത്രിക്കുന്നത് എന്നും തങ്ങളുടെ ഫീസ് 20% ന്യായമായി ഉള്ളതാണ് എന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറയുന്നു. ഹോർമൂസ് കടലിടുക്കിൻ്റെ നടത്തിപ്പിൽ ഇടപെടാൻ അമേരിക്കയെ അനുവദിക്കില്ല എന്ന് ഇറാനിലെ ഉന്നത സംയുക്ത സൈനിക കമാൻഡും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനിയൻ അനുമതിയില്ലാതെ ഈ ജലപാതയിലൂടെ കടന്നുപോകാൻ അമേരിക്കൻ സേന നടത്തുന്ന ഏത് ശ്രമത്തെയും ശക്തമായി നേരിടുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു.